നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും KSRTC ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ പഴയ സിസ്റ്റമൊക്കെ മാറി കേട്ടോ. നിങ്ങളിപ്പോൾ ബസ് സ്റ്റാൻഡിലോ ബസ് സ്റ്റോപ്പിലോ പോയിട്ട് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ബസ്സിനെ കുറിച്ച് മറ്റുള്ളവരോട് തിരക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ ലൈവായിട്ട് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ബസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ആ ബസ് നിലവിൽ വരാനുണ്ടോ, ഇനി വന്നിട്ടുണ്ടോ, വന്നു പോയിട്ടുണ്ടോ, അതൊക്കെ കൃത്യമായിട്ട് ലൈവായിട്ട് നിങ്ങളുടെ മൊബൈലിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്രയാണ് ടിക്കറ്റിൻ്റെ ചാർജ്, ഇനി ആ ഒരു ബസ്സിൽ നിങ്ങൾക്ക് സീറ്റ് അവൈലബിൾ ആണോ എന്ന് പോലും നിങ്ങൾക്ക് ലൈവായിട്ട് അറിയാൻ സാധിക്കും. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും. വേണമെങ്കിൽ അലോ ചെയ്യാം, അല്ലെങ്കിൽ ഡോൺ അലോ കൊടുക്കുക. ഞാനിപ്പോൾ അലോ കൊടുക്കുകയാണ്. ഇപ്പോൾ ലാംഗ്വേജ് ചോദിക്കും. നിങ്ങളുടെ ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ മലയാളം സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറൊക്കെ ഇവിടെ കാണിക്കും. ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു നമ്പർ സെലക്ട് ചെയ്യുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ OTP വന്നിട്ടുണ്ട്. എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ പ്രൊസീഡ് കൊടുക്കുകയാണ്. പ്രൊസീഡ് കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ലൊക്കേഷൻ്റെ പെർമിഷൻ ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് തിരഞ്ഞെടുത്താൽ KSRTC വെൽക്കം ടു കേരള എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, സംഭവം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ കോഴിക്കോടേക്ക്, ഇപ്പോൾ കണ്ണൂർ ടു കോഴിക്കോട് ബസ് ഇപ്പോൾ നിലവിലുണ്ട് 10:40. ഇപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അതിൻ്റെ മാപ്പ് തന്നെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം ബസ് എവിടെയാണ് ഉള്ളത് എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി കണ്ണൂരിൽ നിന്നും ഏതൊക്കെ സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇത് പോകുന്നതൊക്കെ കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അവസാനം ഇവിടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് അവിടെ എത്തിച്ചേരും എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. അതിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ ബസ്സസ് അറൗണ്ട് യു എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു മാപ്പ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ബ്ലൂ കളറിൽ ഈ കാണുന്നതൊക്കെ KSRTC ബസ് ലൈവായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഈ മാപ്പിലൂടെ ഇങ്ങനെ നമുക്ക് കാണാനും സാധിക്കും. ഓക്കെ, എവിടെയൊക്കെയാണ് ബസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ട് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇനി നമുക്ക് എങ്ങോട്ടാണ് യാത്ര പോകേണ്ടത്, ഇവിടെ ഏറ്റവും മുകളിൽ ഫൈൻഡ് ആൻഡ് ട്രാക്ക് യുവർ ബസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് യാത്ര പുറപ്പെടേണ്ടത്, ഞാനിപ്പോൾ കണ്ണൂർ എന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ണൂർ SBI കണ്ണൂർ സ്റ്റാൻഡ്, ഞാനിപ്പോൾ കണ്ണൂർ സ്റ്റാൻഡിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഓക്കെ, ഇനി എങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഊട്ടി എന്ന് ടൈപ്പ് ചെയ്യാണ്. ഊട്ടി സ്പെല്ലിംഗ് ഒക്കെ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഊട്ടി ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഊട്ടി സ്റ്റാൻഡിലാണോ അല്ലെങ്കിൽ ഊട്ടിയാണോ, ഇവിടെ ഞാനിപ്പോൾ ഊട്ടി തന്നെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇവിടെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ഒരു ആരോ മാർക്ക്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഊട്ടിയിലേക്ക് ഡയറക്റ്റ് പോകുന്ന ബസ്സുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. എത്ര മണിക്കാണ് പുറപ്പെടുന്നത്, എത്രയാണ് അതിൻ്റെ പ്രൈസ് വലതുവശത്ത് നിങ്ങൾ കാണാൻ സാധിക്കും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ കണക്റ്റിംഗ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് കണക്ട് ചെയ്ത് പോകുന്ന ബസ്സാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതും കാണാൻ സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും ബസ് നിങ്ങൾക്കിവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ വ്യൂ ഡീറ്റെയിൽസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു 10:53 പുറപ്പെടുന്ന ബസ് വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ അതിൻ്റെ മാപ്പ് തന്നെ വന്നു കഴിഞ്ഞു, എവിടെയാണ് ഇപ്പം ബസ് നിലവിലുള്ളത്, അതുപോലെ തന്നെ എത്രയാണ് അതിൻ്റെ റേറ്റ് ഒക്കെ കാണാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റൂട്ട് കാണുക എന്നൊക്കെ കാണുന്നുണ്ട്. ഇവിടെ കണ്ടോ, അറൈവിങ് എന്ന ഭാഗത്ത് ഒരു മനുഷ്യൻ്റെ പച്ച ചിത്രം അവിടെ അവൈലബിൾ എന്ന് എഴുതിയിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സീറ്റ് അവൈലബിൾ ആണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വളരെ വ്യക്തമായിട്ട് KSRTC ബസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും KSRTC ബസ്സിൽ എപ്പോഴെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.